എല്ലാവർക്കും പാടി കിച്ചന്റെ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ചോക്ലേറ്റ് കേക്ക്. കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ക്രിസ്മസ് ആയിട്ട് ഞാൻ നിറയെ വിഭവങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ ക്രിസ്മസ് ആയിട്ട്. കേക്ക് പറയുമ്പോൾ പലതരം കേക്കുകൾ ഉണ്ടാവും. ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കുന്നത്. പക്ഷെ ചോക്ലേറ്റ് കേക്ക് പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിരിക്കും. ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് 1.5 കിലോൻ്റെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിനുള്ള ബേസാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണത്. അപ്പൊ നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടാലോ. ഇതിൽ വന്നിട്ട് മൈദ, മുട്ട, പഞ്ചസാര പൊടിച്ചത്, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, ഡാർക്ക് ചോക്ലേറ്റ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേസ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഇനി കേക്ക് ബേസ് ഉണ്ടാക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് 1.5 കപ്പ് മൈദയാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുക്കേണ്ടത് നോക്കിക്കോളൂ. ഇത് ഒരു കപ്പാണ്. ഒരു കപ്പ്. ഇത് 1/2 കപ്പാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കൊക്കോ പൗഡർ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒന്ന് മിക്സ് ആക്കാം. നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. തരിയൊക്കെ ഒന്ന് നമുക്കിതൊന്ന് പൊടിഞ്ഞു വരാനാണ് ഇങ്ങനെ ആക്കണത്, ചലിക്കണത്. 2 പ്രാവശ്യം അരിച്ചാൽ മതി. പക്ഷെ ഞാൻ 3 പ്രാവശ്യം അരിക്കുന്നുണ്ട്. നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് 3 വട്ടം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഉടയ്ക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ 6 മുട്ട ഉടച്ചു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടൻ്റെ മണം വരാതിരിക്കാൻ. 1 സ്പൂൺ വില ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുട്ടയുടെ ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ട നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ 2 സ്പൂണായിട്ട് വിധം ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അതിനാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. കുറേ നേരം ആവും. ഇപ്പൊ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് മുട്ടൻ്റെ കളറും ഇതെല്ലാം നമ്മൾക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 സ്പൂണ്, അതായത് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ബീറ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്നതിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ അരച്ച് വെച്ച പൊടികളുണ്ടല്ലോ, നമുക്കിതിലേക്ക് 2 സ്പൂണായി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമ്മുടെ പൊടി കഴിഞ്ഞു. 2 സ്പൂൺ ഇട്ട് കൊടുത്തത് ലാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിനി നമ്മുടെ കേക്കിൻ്റെ മോൾഡ് സെറ്റ് ചെയ്യാം. ഇനി മോൾഡിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം. നമുക്ക് എടുക്കാൻ ഈസിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് അടിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ലേശം കട്ടി പോലെ തോന്നുന്നുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. കട്ടിയായിട്ടാണ് ഒഴിക്കണത്. കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് റെഡിയായി ഒഴിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മൾക്ക് ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബബിൾസ് ഒക്കെ പോയിട്ടുണ്ട്. ഓവൻ ഞാനൊരു 10 മിനിറ്റ് മുമ്പേ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 150 ഡിഗ്രിയിൽ ചൂടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് അങ്ങോട്ട് ഓവനിലേക്ക് കയറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആവട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിലൊന്ന് കുത്തി നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഇതിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിന് എടുക്കാം. നമ്മുടെ ഇവിടെ കേക്കൊക്കെ റെഡിയായി പൊന്തി വന്ന് നല്ല കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ കഴിയണം ചൂടാറിയിട്ട് നമ്മൾക്കിതിൽ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി തണുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ലെയറായി കട്ട് ചെയ്യാം. അടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഒരു ലെയർ എടുത്തു. രണ്ടാമത്തത് ഇതാ 3ാമത്തെ ലെയർ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷാർപ്പായി നിൽക്കുന്ന കാരണം നമുക്ക് ഒന്നും കൂടെ ഒരു ലെയറും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്മിൽ നമുക്ക് ഈ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീം നമുക്ക് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. 2 പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഒന്ന് നമുക്ക് ഓഫ് ചെയ്തിടാം. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അപ്പൊ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ബേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ പാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതൊന്ന് എടുക്കാം.
ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഞാൻ എടുക്കുന്നുണ്ട് 2 കപ്പ്. നമ്മളതില് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 1-ലിട്ടാക്കണം. ഇപ്പൊ 2 ഞാൻ 3-ലേക്ക് ഇടുന്നുണ്ട്. ഇനി 4-മത്തേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നന്നായി ആയിട്ടുണ്ട്. ആയി വെച്ച അടയാളം എങ്ങനെയാണെന്ന് വെച്ചാ ഇപ്പൊ ഇങ്ങനെയല്ലേ, ഇത് ഇങ്ങനെ കൊട്ടിയ വീഴില്ല, അതാണ് അതിന്റെ പരുവം. കുറച്ച് നേരം നമുക്ക് തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രീം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില്, നമുക്കപ്പൊ അത് എടുക്കാം. അപ്പൊ നമുക്ക് ഇന്നൊരു 4 തവി ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്കിത് വേഗം ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ മെൽട്ടായി പോകും. ഇനി നമ്മൾക്ക് ഈ ക്രീമിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ക്രീം അരിച്ചു വെച്ചതാണ്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം സെറ്റായി. റൊട്ടേറ്ററിൽ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്കിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി എടുത്ത് ഇതിൽ തേച്ച് കൊടുക്കാം. ഇവിടെ ക്രീം തേച്ചത് ഇത് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രീം തേച്ചത്. നമുക്കിനി അടുത്തത് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഞാൻ എന്താണ് കമത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളത് നമുക്ക് കേക്ക് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ വാട്ടർ ഞാൻ ഇതിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മേലെ ഇനി നമുക്ക് ക്രീം ലെയർ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിന്റെ മേലെ ഒന്ന് ലൈറ്റ് ആയിട്ട് തൂവി കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റിന്റെ ഫ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. നമുക്കിനി തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിന്റെ കവർ ഒന്ന് എടുത്തു കൊടുക്കാം. ഞാൻ ക്രീം ഇതില് ഫുൾ കവർ ചെയ്തിട്ട് 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്, എടുത്തു. ഇനി നമുക്ക് ഇതിന്റെ മേലെ നല്ല ഫിനിഷിങ് ആക്കാം. കേക്കൊക്കെ നമ്മുടെ ക്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ചോക്ലേറ്റ് മെൽറ്റിങ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൽ ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മേലെ നമുക്കിനി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ബോൾസും കൂടെ ഇതിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചോക്ക ചിപ്പും കൂടെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ്. മുത്തുകളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഹാപ്പി ക്രിസ്മസിന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാബുവിനെ അങ്ങോട്ട് വിളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം. ബാബു, നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്ക്. വ്യൂവേഴ്സിനും നമ്മുടെ എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും ലോകത്തെല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഗംഭീര ക്രിസ്മസ് ആശംസകൾ. അപ്പൊ നമ്മുടെ കിടുക്കാച്ചി ഒരു അടിപൊളി ക്രിസ്മസ് കേക്ക് ഇവിടെ, ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. പുഷ്പമ്മനെ കൊണ്ട് ഇത് കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ നമ്മുടെ പുഷ്പമ്മ ഇനിയും വീണ്ടും വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മുടെ പുഷ്പമ്മ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് ക്രിസ്മസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചങ്കും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ പാടി കിച്ചന്റെ പാടിയുടെ കൂടെ പണ്ട് മുതലേ ഉള്ള നമ്മുടെ ഒരു കൂട്ടുകാരാണ് മനോജ് പറയും. നമ്മൾ അവനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ടേസ്റ്റ് ചെയ്യണം. മനോജേട്ടാ വാ, കമോൺ. ഇതാണ് നമ്മുടെ മനോജേട്ടൻ. ഒന്ന് പരിചയപ്പെടുത്തും മനോജേട്ടാ. ഞാൻ മനോജാണ്. കുറെ ആയിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ പാടിന്റെ ക്രിയേറ്റർ കൂടിയാണ്. സ്റ്റാർട്ടിങ് മുതലേ ഇവിടെ ഉണ്ട്. നമ്മുടെ മനോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വാക്കുകൾ പറഞ്ഞാലും തീരില്ല. അതായത് പാടി ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച നമ്മുടെ പൊന്നും കുടവാണ് നമ്മുടെ മനോജേട്ടൻ. അപ്പൊ നമ്മുടെ മനോജേട്ടന് പ്രത്യേകം നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആശംസയും ഇത് ടേസ്റ്റ് ചെയ്യാനും വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? അടിപൊളിയായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ പുഷ്പമ്മന്റെ കിടുക്കാച്ചി ക്രിസ്മസ് കേക്ക്. പുഷ്പമ്മ അപ്പൊ കൈ പിടിക്കും, വാ. അല്ല, നിങ്ങൾ കട്ട് ചെയ്തോളെ, ഞാൻ എത്ര നേരം. ഹാപ്പി ക്രിസ്മസ് അല്ലേ? ഓ അടിപൊളി. ഇതാ ഗംഭീരമായിട്ട് നമ്മൾ ഇതാ കേക്ക് കട്ട് ചെയ്യുകയാണ്. അടിപൊളി. പിടിക്കണല്ലേ? അതൊക്കെ ഞാൻ പിടിച്ചോളാം. അങ്ങനെ പിടിച്ചോളി പുഷ്പമ്മ. ഓ നമ്മുടെ ലെയർ അങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ടാ അങ്ങനെ കിടിക്കാച്ചി നമ്മുടെ കേക്കിന്റെ രൂപരേഖ നിങ്ങൾ കണ്ടോളൂ. ഗംഭീര കേക്ക് പറഞ്ഞാൽ ഗംഭീരം. നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ലുക്കും അടിപൊളി കാണുമ്പോൾ ടേസ്റ്റുമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും മനോജേട്ടത് പിടിക്ക്, കഴിക്കുമ്പോ പറയട്ടെ. മനോജേട്ടാ അത് കഴിച്ചോട്ടാ. മനോജേട്ടാ കഴിക്കൂ, ടേസ്റ്റ് ചെയ്യാല്ലേ? സൂപ്പറായിട്ട് നല്ല എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റിന്റെ അതന്നെ കൂടുതലും. ഇനി എന്താ പറയാനുള്ളത്? അടിപൊളിയായിട്ട് സൂപ്പറായിട്ടില്ലേ? അപ്പൊ മനോജേട്ടൻ പറയുന്നത്
നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ്. നീ ഒന്ന് എടുത്ത് ഇനിയിപ്പോ മനോജേട്ടൻ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി നുണ പറയണമെന്ന് അറിയണ്ടേ, കഴിച്ചു നോക്കിയാ അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഇന്ന് ഇത്ര നല്ലൊരു കേക്ക് ആയതുകൊണ്ട് അങ്ങനെ തന്നെ പിടിക്കാം. കഴിക്കുമ്പോൾ കഴിക്കേണ്ടതായ ഒരു സ്റ്റൈലിൽ തന്നെ കഴിക്കണം. അതെ വാ, എങ്ങനെയുണ്ട്? നന്നായിണ്ടാ? നന്നായിട്ടുണ്ടായിരുന്നു, അതിനൊന്നും പറയാനില്ല. അതെ, അപ്പൊ നിങ്ങക്കൊക്കെ ഇഷ്ടായ? ഞങ്ങൾക്ക് ഇഷ്ടമായി. അതെ, ഇതുപോലെ ഉണ്ടാക്കി തരുമോ? ഓ പരമാവധി നാം ശ്രമിക്കാം. മനോജ് വന്നത് ഓർഡർ കൊടുത്തു പുഷ്പമ്മയ്ക്ക് ആദ്യത്തെ ചോക്ലേറ്റ് കേക്ക് ഒരെണ്ണം കൂടി വേണമെന്ന്. അതെ, പിറന്നാളിലൊക്കെ നാം ശ്രമിക്കാം. അപ്പൊ എന്തായാലും പുഷ്പമ്മ ഗംഭീരം പറഞ്ഞ ഗംഭീരം. അതെ, മാമിച്ചിരിക്കും. അല്ല നമ്മുടെ പുതിയ ആള് വന്നവര് പറയണം ഗംഭീരമാണ് പറഞ്ഞല്ലോ, അതിന് നമുക്ക് വലിയ സന്തോഷം. അതെ അതെ ഗായ്സ്, അപ്പോ നമ്മൾ അവസാനിപ്പിക്കാൻ പോകില്ല. പുഷ്പം അവസാനിപ്പിക്കില്ല. അവസാനിപ്പിക്കും. അപ്പൊ ഇനി പുതിയ 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 വിഭവങ്ങൾ, കേക്ക് പോലെയുള്ള കിട്ടിക്കാച്ചി വിഭവങ്ങളുമായിട്ട് പുഷ്പമ്മ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് മുഴുവൻ എല്ലാവർക്കും വേണം. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമ്മൾ കേക്കോടെ അവസാനിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും അടുത്ത കിട്ടിക്കാച്ചി വീഡിയോ കാണുന്നവരെ അടുത്ത നല്ലൊരു ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.